അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കഴിഞ്ഞ നമ്മുടെ സമിതി മീറ്റിങ്ങിൽ വളരെ ആവേശകരവും വളരെ സജീവമായി നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ശബ്ദിക്കുകയും നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് ശക്തിപ്പെടുത്താൻ ആവശ്യമായ എല്ലാ പിന്തുണയും നമുക്ക് നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്ന വളരെ നല്ലൊരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ ഹനീഫാക്ക. അല്ലാഹു തആല യുടെ ഖളാ അവരുടെ മരണം സംഭവിച്ചു. അല്ലാഹു തആല അവരുടെ ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. എല്ലാ റാഹത്തും സലാമത്തും അവരുടെ ഖബറിൽ അല്ലാഹു നൽകട്ടെ. അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച ഊർജവും ആവേശവും അതൊക്കെ വലിയ ഒരു സമ്പത്തായി അദ്ദേഹത്തിൻ്റെ ഖബറിൽ അല്ലാഹു എത്തിച്ചു കൊടുത്ത് നല്ല റാഹത്തോടുകൂടെ ഖിയാമത്ത് നാൾ വരെ ആ ഖബറിൽ വിശ്രമിക്കാനും അതിനുശേഷം അവരെയും നമ്മയൊക്കെ അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനും തൗഫീഖ് നൽകട്ടെ. ബിജാഹിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വലിയൊരു സൗഭാഗ്യം ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് വന്ന് ഒരുപാട് പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് അതൊന്നും നടപ്പിൽ വരുത്താൻ ഉള്ള ഒരു അവസരം അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. SYS-ൻ്റെ ഒരു പ്രവർത്തകനായി നമ്മുടെ പണ്ഡിത നേതൃത്വത്തിൽ അണിനിരന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബർസഖ് ജീവിതം സന്തോഷത്തിലാക്കണേ അള്ളാഹ്. പടച്ചോനെ അവരുടെ കുടുംബത്തിന് ഖൈറ് നൽകണേ അള്ളാഹ്. പടച്ചോനെ ആ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഹനീഫാക്കയുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പുറത്തു കൊടുക്കണേ അള്ളാഹ്. പടച്ചോനെ അവരുടെ ആഖിറത്തിൽ ആദ്യത്തെ വീട് ഖബറിനെ സ്വർഗമാക്കണേ അള്ളാഹ്. ഖബറിൻ്റെ അദാബിൽ നിന്ന് ഫിത്നയിൽ നിന്ന് അവരെയും ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. നിന്റെ ദീനിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി രാവും പകലും അവരെന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ അവരുടെ ബർസഖ് ജീവിതം രക്ഷപ്പെടാൻ കാരണമാക്കണേ അള്ളാഹ്. ബുദ്ധിമോശം കൊണ്ടോ സാഹചര്യത്തിന് അടിമപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റ് ജീവിതത്തിൽ വന്നു പോയെങ്കിൽ നീ പുറത്തു കൊടുക്കണേ അള്ളാഹ്. റഹ്മത്തിക യാ അർഹമർ റഹീം.